SDPI നിയന്ത്രിക്കുന്നത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ദൈനംദിന പ്രവർത്തനത്തിന് പണം നൽകുന്നത് PFI ആണ്. രണ്ട് സംഘടനകൾക്കും ഒരേ നേതൃത്വവും അണികളുമാണ് എന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകിയെന്നുമാണ് കണ്ടെത്തൽ. SDPIക്കായി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പോപ്പുലർ ഫ്രണ്ട് പണം പിരിച്ചു എന്നും ED വ്യക്തമാക്കിയിരുന്നു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായുള്ളത്. അർജുൻ, കഴിഞ്ഞ ദിവസം SDPIയുടെ ദേശീയ നേതാവ് അറസ്റ്റിലായിരുന്നു. അതിനുശേഷമാണ് SDPIയെ ഇപ്പോൾ നിരോധിത സംഘടനയായ PFI നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും PFI മറ്റൊരു രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണോ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ? എന്താണ് NIA പറയുന്നത്? ഇപ്പോഴും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായി തന്നെ SDPI അടക്കമുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. SDPI നിയന്ത്രിക്കുന്നതും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ട്. ദൈനംദിന പ്രവർത്തനത്തിന് അടക്കം SDPIക്ക് പണം നൽകുന്നത് PFI ആണ്. രണ്ട് സംഘടനകൾക്കും ഒരേ നേതൃത്വവും അണികളുമാണ്. ഈ നയരൂപീകരണം, അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യം, പൊതുപരിപാടികൾ, കേഡർ മൊബിലൈസേഷൻ, അതോടൊപ്പം തന്നെ അത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ ഈ SDPI PFI ആശ്രയിച്ചിരുന്നു. കോഴിക്കോട് പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനത്തു നിന്നും തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നുണ്ട്. SDPIക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പോപ്പുലർ ഫ്രണ്ട് പണം പിരിച്ചിട്ടുണ്ട് എന്ന ഗുരുതരമായ കണ്ടെത്തലും ഇപ്പോൾ ED വെളിപ്പെടുത്തിയിട്ടുണ്ട്. SDPIക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പോപ്പുലർ ഫ്രണ്ട് പണം പിരിച്ചു. തിരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് വേണ്ടി പണം നൽകിയതിന്റെ രേഖകളും ലഭിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനത്തിനായി PFI പിരിച്ച പണത്തിന്റെ വിഹിതം ഈ MK-5C കൈപ്പറ്റി. 12 തവണ നോട്ടീസ് നൽകിയിട്ടും MK-5C ഹാജരായിട്ടില്ല എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ദേശീയ നേതാവായ MK-5C എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. 2 വർഷം മുമ്പ് PFI ആസ്ഥാനങ്ങളിൽ വ്യാപകമായ റെയ്ഡ് ED നടത്തുകയും അതിന് പിന്നാലെ ഇത്തരത്തിലുള്ള രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്ന നടപടിയിലേക്ക് ഇത്തരത്തിൽ കടന്നത്. അതിനുശേഷവും ഇത്തരത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായി SDPI രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്കാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ SDPI നിയന്ത്രിക്കുന്നത്, അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒക്കെ തന്നെ ഈ ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണ് എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ED നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും, കൂടുതൽ നടപടികൾ ഉണ്ടാകും. ഇവരുടെ കൂടുതൽ അക്കൗണ്ടുകൾ SDPIയുടെ അടക്കം അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന നടപടിയിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കാനാണ് സാധ്യത. പലതവണയായി ഇത്തരം റെയ്ഡുകൾ നടത്തുകയും പല അക്കൗണ്ടുകളും മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനകം. ഇപ്പോഴും ആ നടപടികൾക്ക് ശേഷവും ഇപ്പോൾ വിദേശത്തുനിന്ന് ഫണ്ട് വരുന്നു എന്നുള്ളതാണോ പുതിയ കണ്ടെത്തൽ? തന്നെയാണ്. നേരത്തെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രാഷ്ട്രീയ സംഘടനയായി തന്നെയാണ് SDPI കേരളത്തിലടക്കം പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികൾ നടപടികൾ സ്വീകരിക്കുമ്പോഴും SDPI അതിന്റെ സ്വാഭാവികമായ രീതിയിൽ തന്നെ അത് പ്രവർത്തിച്ചു വരികയായിരുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പിലടക്കം മത്സരിക്കുന്നുണ്ട്. പല തദ്ദേശ സ്ഥാപനങ്ങളിലും വലിയ ജനപ്രതിനിധികളടക്കം SDPIക്ക് ഉണ്ട് താനും. എന്തായാലും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് SDPIയിലേക്കുള്ള ഒരു നടപടിയുടെ ഭാഗമായി തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ED പറയുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് ഈ പൂർണ്ണമായും SDPI നിയന്ത്രിക്കുന്നത്, SDPIയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. മാത്രവുമല്ല, SDPIയുടെ അക്കൗണ്ടിലേക്ക് അടക്കം ഇത്തരത്തിൽ വിദേശത്ത് നിന്നടക്കം പണം വരുന്നു എന്ന സൂചനകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരിക്കുന്നു. ഇത്തരം ഒരു സൂചനയാണ് ഇപ്പോൾ റിപ്പോർട്ടായി ED തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ MK-5C അടക്കം പലതവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിൽ പോലും സഹകരിച്ചിരുന്നില്ല. പിന്നീടാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലേക്ക് EDക്ക് അടക്കം കടക്കേണ്ടി വന്നത്. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. മാത്രവുമല്ല, ഈ SDPIയുടെ അടക്കം അക്കൗണ്ടുകളടക്കം മരവിപ്പിക്കുന്ന നടപടിയിലേക്കും ED കടക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ പ്രാഥമിക പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, PFI നിരോധിച്ച ശേഷവും SDPI പ്രവർത്തിക്കുന്നുണ്ട്. SDPI പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് പഴയ PFIയുടെ അതേ നേതാക്കളാണ്. PFI തന്നെയാണ് അതേ രീതിയിൽ തന്നെ ഇത്തരത്തിൽ ഫണ്ടിങ് നടത്തുന്നത്. മാത്രമല്ല, ഇവരുടെ ദൈനംദിന കാര്യങ്ങൾ അടക്കം നിയന്ത്രിക്കുന്നതും PFI ആണ് എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ഇപ്പോൾ ED നടത്തിയിരിക്കുന്നത്. ED അന്വേഷണത്തിനൊടുവിൽ ഇക്കാര്യത്തിൽ എത്തുന്ന ഒരു കൺക്ലൂഷൻ എന്താണ്? SDPI എന്ന രാഷ്ട്രീയ സംഘടനയെ നിരോധിക്കുന്നതിലേക്ക് നീങ്ങേണ്ടതുണ്ട് എന്നതിലുള്ള സൂചനകളുണ്ടോ? സാധ്യതയുണ്ട്. ഇതിന്റെ ആദ്യഘട്ടം എന്നോണം ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇവരുടെ വ്യാപകമായ ഓഫീസുകളിലടക്കം റെയ്ഡ് നടത്തുക, രേഖകൾ പിടിച്ചെടുക്കുക, അതോടൊപ്പം ഈ SDPIയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുക എന്ന നടപടിയിലേക്കും സ്വാഭാവികമായും ED കടക്കും. അതിനുശേഷമായിരിക്കും ഇതിൽ ഇത്തരമൊരു നിരോധിക്കുക തുടങ്ങിയ നടപടിയിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത്തരം നടപടികൾ കടക്കാൻ സാധ്യതയുള്ളൂ. അപ്പോഴും ഒരു പ്രതിസന്ധിയുള്ളത് സ്വാഭാവികമായും പല തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം നിരവധി ജനപ്രതിനിധികൾ SDPIയുടേതായിട്ടുണ്ട്. മാത്രവുമല്ല, SDPI അത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയായി തന്നെയാണ്
പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് SDPI. സ്വാഭാവികമായും SDPI നിരോധിക്കുമ്പോൾ കൂടുതൽ നടപടിയിലേക്ക് ഇത്തരത്തിൽ സർക്കാരിന് കടക്കേണ്ടി വരും. പക്ഷെ അതിന്റെ ഒരു പ്രാഥമികമായ നടപടിക്രമം എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെയാണ് SDPIയുടെ പ്രവർത്തനം എന്ന് ED സ്ഥിരീകരിക്കുന്നു. ED ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറുന്നു. സ്വാഭാവികമായും ഇനി മറ്റ് ദേശീയ അന്വേഷണ ഏജൻസികൾക്കടക്കം ഈ റിപ്പോർട്ട് കൈമാറുകയും അവരുടെ ഭാഗത്തുനിന്നുള്ള നടപടികളും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഇതിൽ അന്തിമമായ ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുക. സ്മൃതി.